ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് വനിതാ നേതാവ് എം.എ. ഷഹനാസ്. ഇന്നലെ 24 ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഷഹനാസിന്റെ ആരോപണങ്ങൾ തള്ളി രംഗത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഷഹനാസ് കോഴിക്കോട് വാർത്താസമ്മേളനം വിളിച്ച് പാലക്കാട് എം.എൽ.എക്കെതിരെ രംഗത്ത് വന്നത്. രാഹുലുമായി സൗഹൃദം ഇല്ലെന്നാണ് ഷഹനാസ് വ്യക്തമാക്കിയത്. തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും എം.എ. ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരു കോഴിയാണെന്ന് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നും എം.എ. ഷഹനാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചാനലിന് പണം നൽകിയാണ് ഇന്റർവ്യൂ നൽകിയത്. ഇന്റർവ്യൂവിൽ അവതാരകൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഒരു സ്ത്രീ പീഡകനെയാണ് ഇന്നലെ കേട്ടത്. കുറെ സമയം എടുത്തുണ്ടാക്കിയ ചോദ്യങ്ങളാണ് രാഹുൽ ഇന്നലെ ചോദിച്ചത്. രാഹുലിന് ധൈര്യമുണ്ടോ എന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. രാഹുലിനോട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് നിയമ നടപടിയെ ഭയക്കണം എന്നാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് ഷഹനാസ്. എന്റെ ഫോൺ വെച്ച് ഏത് പരിശോധനകൾക്കും ഞാൻ തയ്യാറാണ്. രാഹുലിന് ധൈര്യമുണ്ട് ഫോൺ കാണിക്കാൻ? നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. രാഹുൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോഴിത്തരം എന്നോട് കാണിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ. എന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ കാണാം. ഞാൻ സാരി ഉടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട ഫോട്ടോയ്ക്ക് കമന്റ് ബോക്സിൽ വന്ന് മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എന്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ്. രാഹുൽ എന്ന കോഴി സുഹൃത്താണ് എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടുണ്ട്. എന്റെ സുഹൃത്തല്ല. രാഹുൽ പറയുന്നത് കള്ളം മാത്രം. മുഖം കാണിക്കാതെ കരഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് കൂടി വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത്. താൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്. തന്നോട് ഇപ്പോഴും ഒരു മുതിർന്ന നേതാവും വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും തുറന്ന പറച്ചിലുകൾ ഒരു അജണ്ടയുടെയും ഭാഗമല്ലെന്നും എം.എ. ഷഹനാസ് പറഞ്ഞു. ചാനലുകൾ അവൾക്കൊപ്പം എന്നത് പ്രവൃത്തിയിൽ കാണിക്കണം, അല്ലാതെ പീഡകനൊപ്പം നിൽക്കുന്നത് മാധ്യമപ്രവർത്തനം അല്ലെന്നും എം.എ. ഷഹനാസ് പറഞ്ഞു. തനിക്കൊന്നും അഴിഞ്ഞു വീഴാനില്ലെന്നും ഷഹനാസ് പറഞ്ഞു. കോൺഗ്രസിൽ പരാതി നൽകിയതിന് അകറ്റി നിർത്തപ്പെട്ടയാളാണ് താൻ. രാഹുൽ എന്ന കോഴിയെ നിർത്തേണ്ടയിടത്ത് താൻ നിർത്തിയിട്ടുണ്ട്. എന്റെ ഫോൺ ഏത് പരിശോധനയ്ക്കും വിധേയമാക്കാനും താൻ തയ്യാറാണെന്നും രാഹുലിനെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു. പാർട്ടിയിൽ തനിക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് മിണ്ടാതെയിരിക്കണം. തനിക്കൊന്നും നേടാനില്ല. ഇവർ ആരാ? ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെക്കട്ടെ എന്നും ഷഹനാസ് പറഞ്ഞു. നിന്നെ എനിക്ക് എത്ര സമയം വേണമെന്ന് സ്വന്തം അധികാരം ഉപയോഗിച്ച് ചോദിച്ച ഒരു എം.എൽ.എ ആണ് രാഹുൽ. അത് കണ്ടിട്ടാണ് താൻ രാഹുലിനെതിരെ രംഗത്ത് വന്നത്. മുഖമില്ലാത്ത അനേകം അതിജീവിതമാർക്ക് വേണ്ടി കൂടിയാണ് താൻ പോരാടുന്നത് എന്നും ഷഹനാസ് പറഞ്ഞു. രാഹുലിനെ അയോഗ്യനാക്കണമെന്നും എത്ര വെളുപ്പിച്ചാലും രാഹുൽ വെളുക്കില്ല എന്നും ഷഹനാസ് കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ പരാതി പറഞ്ഞ ആളുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കോൺഗ്രസിൽ തന്നെയുള്ള എം.എ. ഷഹനാസ് ആണെന്ന് രാഹുൽ അഭിമുഖത്തിൽ ഇന്നലെ പറഞ്ഞു. അടുത്ത സുഹൃത്തെന്ന് കരുതിയ ആളാണ്. കർഷക സമരവേളയിൽ താൻ മോശമായി പെരുമാറിയപ്പോൾ ചുട്ട മറുപടി തന്നു എന്നാണ് ഷഹനാസ് പറയുന്നത്. ഈ മറുപടി ഷഹനാസ് പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു.